മൺഡേ റൂട്ട് എന്ന ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അതായത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ നാട്ടിലെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട എൻ്റെ പരിചയവും, കൂടാതെ വിദേശ രാജ്യങ്ങളിൽ, അതായത് ഗൾഫ് രാജ്യങ്ങളിലെ പല സ്ഥലങ്ങളിലും, ഒമാൻ, സൗദി അറേബ്യ, ബഹ്റിൻ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം പോയി കണ്ടതിൻ്റെയും ഞാൻ മനസ്സിലാക്കിയ എൻ്റെ അറിവുകളുമാണ് നിങ്ങൾക്ക് പങ്കുവെക്കുന്നത്. അതിൽ ഈ ഗൃഹനിർമ്മാണത്തിൽ അനാവശ്യമായ ഒരുപാട് ചിലവുകൾ വരുത്തുന്നതായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതിൽ ഗൃഹനിർമ്മാണത്തിൽ ചിലവ് ചുരുക്കുന്നതിനാവശ്യമായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. ഇത് വളരെയധികം കാര്യങ്ങളുണ്ട്. ഈ ഒരു എപ്പിസോഡായിട്ട്, ഈ ഒരു വീഡിയോയിൽ ഇത് തീരുന്ന ഒരു വിഷയമല്ല എങ്കിലും ഞാൻ എൻ്റെ പരമാവധി പല വീഡിയോകളിലൂടെ ഇത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. എല്ലാവരും ഇത് കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്തിട്ട് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണമെന്നുള്ള അപേക്ഷയോടെ തുടങ്ങുന്നു. ഗൃഹനിർമ്മാണത്തിൽ ചെലവ് ചുരുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ പ്രതിപാദിക്കുന്നത്. ഒന്നാമതായി പറയുവാനുള്ളത്, വീടിൻ്റെ ഉടമസ്ഥൻ നിർമ്മാണ പ്രക്രിയയെക്കുറിച്ച് അടിസ്ഥാന അറിവ് നേടിയ ശേഷം പണിയുടെ മേൽനോട്ടത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതാണ് തികച്ചും ഉത്തമം. ധൃതിയിൽ പണി തീർക്കുന്നതിനേക്കാൾ നല്ലതാണ് അല്പം സാവകാശമെടുത്ത് ആലോചിച്ച് പണിയുന്നത്. സാവകാശം എടുക്കാതെ പണിയുന്ന പല നിർമ്മിതിയിലും പാകപ്പിഴകൾ കണ്ടുവരാറുണ്ട്. ലളിതവും താരതമ്യേന ചെലവ് ചുരുങ്ങിയതുമായ കെട്ടിട നിർമ്മാണ രീതികൾ പാവങ്ങൾ മാത്രമല്ല, പണക്കാരും സ്വാഗതം ചെയ്യേണ്ടതാണ്. വിഭവ ദുർവ്യയമാണ് വലിയൊരു ധൂർത്ത്. അറിയപ്പെടുന്ന നാട്ടറിവുകളും പുതിയ ടെക്നിക്കുകളും അവലംബിച്ചും നിർമ്മാണ വസ്തുക്കൾ അനുയോജ്യമാവണ്ണം തിരഞ്ഞെടുത്തും ഓരോ നിർമ്മാണ ഘട്ടത്തെയും ശരിക്കു വിശകലനം ചെയ്തും നിർമ്മാണ ചെലവ് കുറയ്ക്കാം. അങ്ങനെ ഗൃഹനിർമ്മാണം സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം പേർക്കും താങ്ങാനാവുന്ന ഒന്നാക്കി മാറ്റാം. രൂപകൽപ്പന ചെയ്യുമ്പോൾ തന്നെ ചെലവ് കുറയ്ക്കുന്ന വിധത്തിൽ അതാക്കുവാൻ ശ്രമിക്കാം. ഏത് രൂപകൽപ്പനയിൽ പണിയാൻ ആരംഭിച്ചാലും ചെലവ് ചുരുക്കലിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പല ഘട്ടങ്ങളിലായുള്ള പണിക്കായി പണം മാറ്റിവെച്ച് അതിനനുസരിച്ച് പണി മുന്നോട്ട് കൊണ്ടുപോകുന്നതും നല്ലതാണ്. പ്ലാനിലെ സംശയങ്ങൾ ആർക്കിടെക്റ്റിനോടും സുഹൃത്തുക്കളോടും ചർച്ച ചെയ്യുന്നതും നല്ലതാണ്. മാർക്കറ്റിലെ പണി സാധനങ്ങളുടെ വില, പണിക്ക് വേണ്ടി വരുന്ന സമയദൈർഘ്യം, നിർമ്മാണം തുടങ്ങുന്ന സീസൺ, പണിക്ക് വേണ്ട പണത്തിൻ്റെ കാര്യം എന്നിവ പരിശോധിച്ചിട്ട് വേണം ആർഭാട സംഗതികളെക്കുറിച്ച് തീരുമാനിക്കുന്നത്. പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന സുഹൃത്തുക്കളുടെ പുതിയ ആശയങ്ങളിലും കടയിൽ കണ്ട പുതിയൊരു സാധനത്തിൻ്റെ ആകർഷണതയിലും പ്രലോഭിക്കപ്പെടുന്നത് മുൻകൂട്ടി കണ്ട തുകയിൽ നിന്നും വ്യതിചലിക്കാൻ ഇടയാകും. വീടൊരുക്കുന്നതിനു മുമ്പ് തന്നെ എന്താണ് കൃത്യമായും വ്യക്തമായും വേണ്ടതെന്ന് തീരുമാനിച്ചാൽ അതിൽ നിന്നും പിന്നെ വ്യതിചലിക്കരുത്. സൗകര്യങ്ങളും ആവശ്യങ്ങളും കണ്ടെത്തി നേരത്തെ തന്നെ തീരുമാനിച്ചില്ലെങ്കിൽ വീട് പണി കഴിഞ്ഞ് ഇതൊക്കെ ചെയ്താൽ ലാഭത്തിന് പകരം ഇരട്ടി ഛേദം സംഭവിക്കാം. ഉദാഹരണത്തിന്, സ്റ്റെയർ കേസിനു കീഴെയോ ചുമരുകളിലോ അലമാരയിലോ സൂക്ഷിപ്പു കേന്ദ്രങ്ങളോ വേണമെങ്കിൽ പണി നടത്തുമ്പോൾ തന്നെ ഉണ്ടാക്കിയിരിക്കണം. അതുപോലെ ആദ്യം 1-2 മുറിയും അതിനോട് ചേർന്ന് അത്യാവശ്യ സൗകര്യങ്ങളും ഒരുക്കി ഒരു ചെറുവസതി തീർത്തിട്ട് പിന്നീട് വിപുലീകരണം നടത്തുന്നതിൽ ചില സൗകര്യങ്ങളൊക്കെ ഉണ്ട്. തടിക്കു പകരം പൂർവ പ്രബലിത കോൺക്രീറ്റ് തുലാങ്ങളും മേൽപ്പുര ഭാഗങ്ങളും അവ കൊണ്ടുണ്ടാക്കിയ വാതിൽ ജനൽ ചട്ടങ്ങളും ഉപയോഗിക്കാൻ നോക്കണം. ശരിയായ ഉപചാരം ചെയ്ത വിവിധയിനം നാടൻ തടികൾ കെട്ടിട നിർമ്മാണത്തിന് യോജിച്ചതാണ്. അവയും ഉപയോഗിക്കാൻ ശീലിക്കണം. സാധിക്കുന്നിടത്തോളം മടക്കുകളുടെയും തൂണുകളുടെയും എണ്ണം ക്രമീകരിച്ച്
ഒറ്റ ഇഷ്ടിക കനത്തിൽ ഭിത്തികൾ കെട്ടാൻ നോക്കണം. വീട് പണിയുമ്പോൾ ലോൺ എടുത്ത് പണിയുകയാവും നല്ലത്. വർഷങ്ങൾ കഴിയുന്തോറും രൂപയുടെ മൂല്യം കുറയാനാണ് സാധ്യത. ആദായനികുതി ഇനത്തിലും പണം മിച്ചം കിട്ടും. കഴിയുമെങ്കിൽ കിണർ വെള്ളം കിട്ടുന്ന സ്ഥലം വാങ്ങണം. ഭാവിയിൽ ഏറ്റവും വലിയ ക്ഷാമം വരുന്നത് കുടിവെള്ളത്തിനായിരിക്കും. വൈദ്യുതി ലൈൻ, വാട്ടർ കണക്ഷൻ എന്നിവയുടെ ലഭ്യത നോക്കണം. ലോറി കയറുന്ന വഴി അല്ലെങ്കിൽ സാധനങ്ങളുടെ നീക്കക്കൂലി വളരെ കൂടുതൽ സാധ്യതയുണ്ട്. അത് കൂടുകയാണെങ്കിൽ ഒരുപാട് നാം ഉദ്ദേശിക്കുന്നതിനേക്കാൾ പണം ചിലവാക്കേണ്ടി വരും. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി തുടങ്ങുമ്പോൾ ഉദ്ദേശിക്കാത്ത ചിലവുകൾ വന്നു ചേരും. ഏത് തരം തറ വേണമെന്ന് മണ്ണ് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം തീരുമാനിക്കുക. ഒരു ബലത്തിന് എന്ന മട്ടിൽ സാൻഡ് പൈലിങ്ങും PCC കോൺക്രീറ്റും ചെയ്യുന്നവരുണ്ട്. ആവശ്യമില്ലാത്ത പണം മണ്ണിൽ കുഴച്ചു മൂടേണ്ടതില്ലല്ലോ. തറ കെട്ടി മണ്ണ് നിറയ്ക്കാൻ മൊത്തം തുകയുടെ 15% ചെലവ് വരുമെന്ന് നാം ഓർക്കണം. ചരിഞ്ഞ ഭൂമിയിൽ വീട് നിരച്ചീനമാവണം. അല്ലെങ്കിൽ നിരപ്പാക്കാനുള്ള ചെലവ് കൂടും. അതല്ലെങ്കിൽ ഒട്ടും ഇടിച്ചു നിരത്താതെ ചരിവിനും തട്ടുകൾക്കും അനുസൃതമായി വീട് രൂപകൽപ്പന ചെയ്യുകയാണ് വേണ്ടത്. സ്ഥലത്തിൻ്റെ ബാധ്യതാ സർട്ടിഫിക്കറ്റ്, കരമടച്ച രസീത്, മുന്നാധാരം, പട്ടയം തുടങ്ങിയവ അസൽ പകർപ്പ് കണ്ട് ബോധിച്ചതിന് ശേഷം മതി അഡ്വാൻസ് നൽകുക. അല്ലെങ്കിൽ പിന്നീട് പണച്ചിലവേറും. ഭൂമിയുടെ അവകാശം കാണിക്കുന്ന സർട്ടിഫിക്കറ്റ്, തീർത്തും കരക്കുടിശ്ശിക തീർക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉടമയെക്കൊണ്ട് തന്നെ നടത്തിക്കുകയാണ് നല്ലത്. ആധാരം ബാങ്കിൽ പ്ലഡ്ജ് ചെയ്യുന്നതിന് മുമ്പ് നോട്ടറി സാക്ഷ്യപ്പെടുത്തിയ ഒരു കോപ്പിയും ഒരു സാധാരണ കോപ്പിയും എടുത്തു വയ്ക്കുക. പിന്നീട് കോപ്പി എടുക്കാൻ ചെന്നാൽ ചില ബാങ്കുകൾ ചാർജ് ഈടാക്കാറുണ്ട്. മാത്രവുമല്ല, എല്ലാ രേഖകളുടെയും കോപ്പി കൈവശമുണ്ടാവുന്നതാണ് നമുക്ക് നല്ലത്. വൈദ്യുതി അത്യാവശ്യമാണ് പണികൾക്ക്. OYEC കണക്ഷൻ എടുക്കാം. താൽക്കാലിക കണക്ഷൻ അരുത്. വാണിജ്യ നിരക്കിൽ സ്ഥിരമായ കണക്ഷൻ ലഭിക്കും. തൽക്കാലം നിരക്ക് കൂടുതലാവുമെങ്കിലും കാലതാമസം ഒഴിവാക്കാം. സാധാരണ രീതിയിൽ കണക്ഷന് 4 മാസം വരെ കാത്തിരിക്കേണ്ടി വരാറുണ്ട്. വീട്ടു നമ്പർ കിട്ടുന്ന മുറയ്ക്ക് അത് ഗാർഹിക നിരക്കിലേക്ക് മാറ്റിയെടുക്കാനും സാധിക്കും. വൈദ്യുതി ബന്ധം സ്ഥാപിക്കുമ്പോൾ 35 മീറ്ററിനുള്ളിൽ മീറ്റർ സ്ഥാപിക്കാൻ ശ്രമിക്കണം. വൈദ്യുത പോസ്റ്റിൻ്റെ വശത്ത് തന്നെ വേണം മീറ്ററിനുള്ള ബോർഡ്. 20, 25, 30, 35 മീറ്റർ തുടങ്ങിയ അകലങ്ങൾ ഓരോ സ്ലാബാണ്. ഓരോന്നിനും പണച്ചിലവേറും. 35 മീറ്ററിന് പുറത്തായാൽ പോസ്റ്റ് സ്ഥാപിക്കാനും മറ്റും കൂടുതൽ ചെലവ് വേറെയും വരും. വീട് പണി തുടങ്ങുമ്പോൾ ആദ്യം വേണ്ടത് കിണർ കുത്തുകയാണ്. പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ പണികൾക്കും വെള്ളം അത്യാവശ്യവുമാണ്. വീട് രൂപകൽപ്പന ചെയ്യാൻ ആർക്കിടെക്റ്റിനെ സമീപിക്കുക. നമ്മുടെ സ്വപ്നങ്ങളും ഭാവനയുമെല്ലാം വീട്ടിൽ വേണമെന്ന് വിചാരിച്ചാൽ ചെലവ് പിടിച്ചാൽ കിട്ടില്ല. നല്ല ആർക്കിടെക്റ്റിന് വീടിൻ്റെ ഭംഗി മാത്രമല്ല, ചിലവും നിങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് സമന്വയിപ്പിക്കാനാവും. വീടിൻ്റെ വലിപ്പം കൂടിയാൽ വീട്ടുകരവും കൂടും. 3000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടിന് ആഡംബര നികുതി കൂടി കൊടുക്കേണ്ടി വരും. വീട് പണിയുന്നതിന് മുമ്പ് പ്ലാൻ കൃത്യമായി വരച്ച് പൂർത്തീകരിക്കണം. നമ്മുടെ പുതിയ ആശയങ്ങൾ പോലും ചർച്ച ചെയ്ത് പ്ലാനിൽ ചേർക്കണം. പണി തുടങ്ങിക്കഴിഞ്ഞ് പ്ലാനിൽ ഒരു കാരണവശാലും മാറ്റം വരുത്തരുത്. ഉദ്ദേശിക്കാത്ത പണച്ചെലവ് വരുത്തും. വാസ്തുശാസ്ത്രം അനുസരിക്കണമെന്നുണ്ടെങ്കിൽ ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കുന്നതിനു മുമ്പ് പ്ലാൻ വിദഗ്ധനെ കാണിക്കണം. അദ്ദേഹത്തിൻ്റെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ മുറികളുടെ അളവുകളും വീടിൻ്റെ ചുറ്റുമെല്ലാം രേഖപ്പെടുത്തിയ ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കണം. അംഗീകാരം കിട്ടിയ പ്ലാനിൽ മാറ്റങ്ങൾ വരുത്തിയാൽ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിൽ അത് രേഖപ്പെടുത്തേണ്ടി വരും. എന്തെല്ലാം സൗകര്യങ്ങൾ വേണമെന്ന് ആദ്യമേ തന്നെ തീരുമാനിക്കുക. ഷെൽഫുകൾ, ഇരിപ്പിടങ്ങൾ, കുളിമുറിയിലെ പോക്കറ്റുകൾ തുടങ്ങിയവയ്ക്ക് പ്രത്യേകമായി തറനിരപ്പിൽ നിന്ന് അല്പം പൊങ്ങി പോക്കറ്റ് വയ്ക്കാം. തുടങ്ങിയവ വേണ്ടിടത്ത് ഭിത്തി കെട്ടുമ്പോൾ തന്നെ സ്ഥലം ഒഴിച്ചിടാം. പിന്നീട് ഭിത്തി കുത്തി പൊട്ടിക്കേണ്ടി വരില്ല. ഏറെ കാര്യങ്ങൾ എനിക്കിനിയും പറയാനുണ്ട്. സമയക്കുറവ് കൊണ്ടും ഈ ഒരു വീഡിയോയുടെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 10 മിനിറ്റിനുള്ളിൽ നിർത്തണമെന്നുള്ളത് കൊണ്ടും തൽക്കാലം ഈ വീഡിയോ ഇവിടെ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ബാക്കി തുടർ ഭാഗങ്ങൾ അടുത്തടുത്ത ദിവസങ്ങളിലായി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഏവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ഉപേക്ഷ വിചാരിക്കരുത്.